പാസ്റ്റർ KC ജോൺ IPCയുടെ ലീഡർഷിപ്പിലേക്ക് വരുന്ന അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് വന്നതോടെ ഈ മറ്റ് സമുദായ സഭകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ കൂട്ടായ്മക്കാർക്ക് അച്ഛനെ ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നു. അത് ആ ഒരു കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും അവിടുത്തെ മുഖ്യധാര എപ്പിസ്കോപ്പൽ സഭകൾ ഇന്നും പാസ്റ്റർ KC ജോണിൻ്റെ പ്രസംഗത്തിന് വേണ്ടി കാതോർക്കുന്നവരാണ്. അവർ ആസ് എ ചർച്ച് ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയ്ക്ക് ഇപ്പോഴും പാസ്റ്റർ KC ജോണിനോട് റെസ്പെക്റ്റാണ് കാണിച്ചത്. എനിക്ക് തോന്നുന്ന മലങ്കരയുടെ ബലിഗ്രാമമായിട്ടാണ് അച്ഛനെ നമ്മുടെ സമൂഹം ആ പേരിൽ ആ ടൈറ്റിൽ വിളിക്കുന്നില്ലെങ്കിൽ തന്നെ കാണുന്നത്. ബേച്ചാനോട് എനിക്കുള്ള ഒരു ചോദ്യം, ഈ സഭാ ലീഡർഷിപ്പിലേക്ക് വന്നതിനെക്കുറിച്ച് അച്ഛൻ്റെ ഒരു പിന്തിരിഞ്ഞിപ്പം അതൊന്നും ഇല്ലാതെ നിന്ന് തിരിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ അത് അച്ഛൻ്റെ ആത്മീയ ശുശ്രൂഷയെ എങ്ങനെ ബാധിച്ചു, അല്ലെങ്കിൽ അത് അച്ഛൻ്റെ ആത്മീയ ശുശ്രൂഷയ്ക്ക് പ്രയോജനമായോ ദോഷമായോ ഒന്ന് സ്വയം വിലയിരുത്തിയാൽ എങ്ങനെ പറയാം? പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റി. മലബാർ മിഷനൊക്കെ അങ്ങനെ തുടങ്ങുന്നത്. അതെ, സഭയെ മിഷൻ ഇതിലേക്ക് തിരിക്കാൻ പറ്റി. പുതിയ സഭകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു പ്രാവശ്യം പ്രസ്ബിറ്ററി മീറ്റിംഗ് മാങ്ങാനം ക്രൈസ്തവാശ്രമത്തിൽ വെച്ച് നടത്തി. IPCയുടെ സ്റ്റേറ്റ് പ്രസ്ബിറ്ററി മീറ്റിംഗ് 3 ദിവസത്തെ. ആ പ്രസ്ബിറ്ററി മീറ്റിങ്ങിൽ ഞാൻ ഇവർക്കൊരു ചലഞ്ച് കൊടുത്തു. സെൻട്രൽ പാസ്റ്റർമാർക്ക്, അവർ മാത്രം ഇരിക്കുന്ന മീറ്റിങ്ങിൽ, സാമ്പത്തിക ഒരു വിഷയമല്ല എങ്കിൽ നിങ്ങൾക്ക് എത്ര സഭ പുതുതായിട്ട് തുടങ്ങാൻ പറ്റും അതെന്ന് എഴുതി തരണം. ആ സ്ഥലത്തിൻ്റെ പേര് വിവരിച്ച് അമേരിക്കയിൽ നിന്ന് ആരാണ്ട് സഹായിക്കാനായിരിക്കും. എല്ലാവരും അടുത്ത ജംഗ്ഷൻ്റെ പേരും അടുത്ത ജംഗ്ഷൻ്റെ പേരും എല്ലാം എഴുതി വെച്ചു തന്നു. ഞാൻ പറഞ്ഞു, ദൈവം നിങ്ങളെ സഹായിക്കും, സായിപ്പന്മാരാരും സഹായിക്കുന്നില്ല. നിങ്ങൾ ഇതിനു വേണ്ടി ഇപ്പോൾ എഴുതിയപ്പോൾ നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ടെന്നാൽ നിങ്ങളതിനു വേണ്ടി തയ്യാറായാൽ അത്ഭുതകരമായിട്ട് അവിടെ എല്ലാം സഭകളുണ്ടാവും. അങ്ങനെ പെട്ടെന്ന് ചർച്ച് ഗ്രോത്ത് ഉണ്ടായത് പെട്ടെന്ന്. പാസ്റ്റർ KC ജോൺ പിന്നെ IPC കേരള സ്റ്റേറ്റിൻ്റെ സെക്രട്ടറി ആയി വരുന്ന കാലഘട്ടത്തിൽ, ആദ്യമായിട്ട് സെക്രട്ടറി ആയി വരുമ്പോൾ എത്ര സഭയുണ്ടായിരുന്നു IPC? അന്ന് 600 സഭകളായിരുന്നു. കേരള സ്റ്റേറ്റിൻ്റെ ഭരണത്തിൽ നിന്ന് പോകുമ്പോൾ എത്ര സഭയായി? 3000 സഭയായി. 600 തന്നെയല്ലേ, 430 സഭയാന്ന്. പിന്നെ ജോർജ് എമ്മൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അവർ അച്ചടിച്ചിറക്കിയിട്ടുണ്ട് ഒരു 430 സഭയുള്ളതിനകത്ത്. പിന്നെ കുറച്ച് ഔട്ട് സ്റ്റേഷനോ വല്ലതും ഒക്കെ കാണും. അല്ല, അതിനകത്ത് എൻ്റെ പേര് പോലും ഇല്ല ആ ലിസ്റ്റിൽ. സാൻകുട്ടിയൊക്കെ VMS സാറും കൂടെ ഒരു സർവേ എങ്ങാണ്ട് നടത്തിയില്ല കേരളത്തിലെ IPCയിലെ? അതൊക്കെ പിന്നീട് അല്ലേ. സഭാഗ്രഹത്തിന് വേണ്ടിയുള്ള ദർശനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. അച്ഛൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഏരിയ തിരിച്ച് പാസ്റ്റേഴ്സിനെ നിയമിക്കുന്നതൊക്കെ. അതൊക്കെ ഒത്തിരി സഭാ വളർച്ചയ്ക്ക് ഒത്തിരി പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ്. പലരും അതിനെ വിമർശിക്കുന്നുണ്ട്, പക്ഷേ പലരും പിന്നെ ആ ഒരു അവസരം മുതലെടുത്തവരുമുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും IPCയുടെ വളർച്ച ഒരു കുതിച്ചാട്ടത്തിൻ്റെ കാലഘട്ടമായിരുന്നു അച്ഛൻ്റെ ആ ഭരണകാലഘട്ടം. ആളുകളിൽ ആ നിലയിലുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു പാരഡൈം ഷിഫ്റ്റ് തന്നെ ഉണ്ടാക്കിയ ഒരു കാലഘട്ടമാണ്. അതെ, സഭാ വളർച്ച എന്നുള്ളത് ആ കാലഘട്ടത്തിൽ ഈ അന്തർദേശീയ തലത്തിലും വളരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. അപ്പം അത് ശരിക്കും IPCയുടെ വളർച്ചയിൽ, കേരളത്തിലെ സഭയുടെ വളർച്ചയിൽ നിർണായകമായ ഒരു കാലഘട്ടമായിരുന്നു അച്ഛൻ്റെ ആ സഭാ ഭരണകാലഘട്ടം. അതെ, മലബാർ മിഷൻ തന്നെ അതിനകത്ത് ഏറ്റവും നിർണായകമായ ഒരു പങ്ക് വഹിച്ച കാര്യമാണ്. മലബാർ മിഷൻ BM മാത്യു സാറിനെ ആ ചുമതല ഏൽപ്പിക്കുന്നതും അതിന് പ്രോത്സാഹിപ്പിക്കുന്നതും ഒക്കെ അച്ഛൻ തന്നെയാണ്. അത് ഇലക്ട്രോളൻസ് ഒക്കെ വരുന്ന ആ മീറ്റിംഗ്, ശുശ്രൂഷന്മാരുടെ മീറ്റിംഗ് എന്തോ ഒരു വലിയ ആവേശമുണ്ടാക്കിയ കാലഘട്ടമാണ്. അഗ്നി കത്തിയ ശുശ്രൂഷകളായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ആ മീറ്റിങ്ങിൻ്റെ ഒരു അവസാന ദിവസം സ്റ്റേജിൽ പാസ്റ്റേഴ്സൊക്കെ പൊട്ടിക്കരഞ്ഞ് പരസ്പരം ക്ഷമ ചോദിക്കുന്ന, പശ്ചാത്തപിക്കുന്ന, നിലവിളിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനത് പ്രത്യേകം ഓർത്തിരിക്കാൻ കാരണം VM മാത്യു സാർ എന്നോട് വന്ന് ക്ഷമ പറഞ്ഞു. എനിക്കത് സഹിക്കാൻ VM മാത്യു സാർ അന്ന് നമ്മളൊക്കെ സംഘർഷങ്ങളൊക്കെ ഉണ്ടല്ലോ. തന്നെയല്ല, VM മാത്യു സാറ് എൻ്റെ ഒരു മെൻറ്ററാണ്. ഞാൻ ഗുഡ് ന്യൂസിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം സാറ് വന്ന് എന്നോട് ക്ഷമ പറയുമ്പോൾ എനിക്കത്
സഹിക്കാൻ വയ്യാത്തൊരു ഭയങ്കര, ഒന്നാലോചിച്ച് നോക്കിയേ, സാർ എവിടെ നിൽക്കുന്നു, ഞാൻ എത്രയോ താഴെ നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രായം കൊണ്ട് തന്നെ എത്രയോ ആണ്, ആ സാറ് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എന്നോട് ക്ഷമ പറയുമ്പോൾ എനിക്ക് കരച്ചിലടക്കാൻ പറ്റുന്നില്ല. അതുപോലുള്ള ആ ദിവസം മുഴുവൻ അവിടെ കരച്ചിലും നിലവിളിയുമായിരുന്നു. അന്ന് അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് IPCയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ട ഒരു ചരിത്രമാണ് അതൊക്കെ. പിന്നെ അലക്ട്രോണിക്സ് ഒക്കെ അവരൊക്കെ ടീച്ച് ചെയ്തുകൊണ്ടാണ് ആ മലബാർ മിഷൻ എന്നുള്ള ഭയങ്കര ഒരു ഇതൊക്കെ വന്നതും ഇത്രയും പ്രചോദനമായതും. പിന്നെ ഞാൻ ഓർക്കുന്നത് കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് വില്യം ലീയെ കൊണ്ടുവന്നത്. സാധാരണഗതിയിൽ അവസാനത്തെ 2-3 ദിവസമേ ആൾ കൂടത്തുള്ളേ. അപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് പരീക്ഷിച്ച് നോക്കാം, അച്ഛൻ പറഞ്ഞു നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ആദ്യത്തെ ദിവസം വില്യം ലീയെ വെച്ചാൽ ആൾ കൂടുമോ നോക്കാം. പക്ഷേ ഈ വില്യം ലീ പ്രസംഗിച്ച ദിവസങ്ങളിലായിരുന്നു ആൾ കൂടിയത്. അച്ഛൻ ഓർക്കുന്നുണ്ടായിരുന്നു. അത് എന്നോ പ്രസംഗമായിരുന്നു, എന്നോ ആൾക്കൂട്ടമായിരുന്നു, എന്നോ ആവേശമായിരുന്നു. അതെൻ്റെ അച്ഛനെല്ലാം കൊണ്ടുവന്നെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. അദ്ദേഹത്തെ കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന. പിന്നീട് അതിനുശേഷം നമുക്ക് ഒരു അതിഥി പ്രസംഗനെ ആ നിലയിൽ ഒഫീഷ്യലായിട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. അതോടുകൂടി അതിന് വിലക്ക് വീണു. IPCയുടെ ഒരു സുവർണ കാലഘട്ടം നമ്മൾ അതൊക്കെ പറയുമ്പോൾ തന്നെ IPCയുടെ ഒരു ഈ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ് ഈ നമ്മളുടെ ആ ഒരു കാലഘട്ടം മുഴുവൻ നമ്മൾ കാണുന്നത്. സഭയുടെ ഇന്നിപ്പം സഭ നേരിടുന്ന വലിയ തകർച്ചകളുണ്ട്, വലിയ അന്തർസംഘർഷങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം അതെല്ലാം ഇത് ശതകുടീഭവിച്ച് വന്ന ഒരു കാലഘട്ടം. അതിൻ്റെ എല്ലാം ഇത് ഭയങ്കരമായി പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടം കൂടിയാണ്. അത് ഒരു ഇങ്ങനെ ഉണ്ടായ ആ കാലഘട്ടത്തിൽ സഭ ആത്മീയമായിട്ട് ഒത്തിരി മുന്നേറി, സഭയിൽ വളർച്ചയുണ്ടായി. അപ്പോൾ തന്നെ അനാത്മീയരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തരത്തിലും ഇതിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരാൻ പാടില്ലാത്ത പലരും പല നിലകളിൽ ഇതിനകത്തേക്ക് വന്നു. അത് സഭ സ്വാഭാവികമായിട്ട് വളരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പല നിലകളിലുള്ള ആളുകൾ, പല ഇൻട്രസ്റ്റുകളുള്ള ആളുകൾ ഇതിനകത്തേക്ക് കയറി വരികയും മുൻനിരകളിലേക്ക് വരികയൊക്കെ ചെയ്ത സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഓക്കെ, സഭയെക്കുറിച്ച് IPCയെക്കുറിച്ച് അച്ഛൻ്റെ ഒരു വിലയിരുത്തൽ, അല്ലെങ്കിൽ അച്ഛൻ കൂടെ ഉൾപ്പെട്ട് നിൽക്കുന്ന ലീഡർഷിപ്പിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും അതിൻ്റെ ഏറ്റവും ഒരു മുൻനിരയിൽ നിൽക്കുന്ന ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ IPCയെ ഒന്ന് വിലയിരുത്തിയ, ഇപ്പോഴത്തെ കാലം മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരു ശുഭകരമായ പ്രതീക്ഷ എനിക്കുള്ളത്. ഞാൻ എഴുതി തള്ളിയിട്ടില്ല. ഇല്ല, ഈ കയോസ് മാറുമെന്നാണോ? പിന്നെ ഇതെല്ലാം താൽക്കാലിക പ്രതിഭാസങ്ങളാണ്. AK ജോൺ കൗൺസിലുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഇലക്ഷനിലൂടെ മാറും, ഇല്ലെങ്കിൽ പ്രായം ചെന്ന് മരണം കൊണ്ട് മാറും. TS അബ്രഹാമിനൊക്കെ ഉദ്ദേശിച്ച് AK ജോൺ പറഞ്ഞു. അത് തന്നെ ഞാനിപ്പോഴും ഉദ്ദേശിക്കുന്നത്. ഇവരൊക്കെ ഒന്നുകിൽ മരണം കൊണ്ട് മാറും, അല്ലെങ്കിൽ പ്രായം കൊണ്ട് മാറും, അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവങ്ങൾ ദൈവം ഉണ്ടാക്കും. അങ്ങനെ വ്യത്യാസം ഉണ്ടാകും, സഭയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. സഭ വീണ്ടും ശുഭകരമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ ഇത്രയും ജനാധിപത്യ അടിത്തറയുള്ള ഒരു ഇന്ത്യൻ ചർച്ചില്ലല്ലോ. ഇപ്പം തന്നെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ലോക്കൽ സഭകളെ ബാധിച്ചില്ല. അതെ, പ്രാദേശിക സഭകൾക്ക് ഒരു കുലുക്കം ഒന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് അറിയത്ത് പോലും ഇല്ല എന്താ നടക്കുന്നത്, വാട്ട് ഈസ് ഗോയിങ് ഓൺ അറിയത്തില്ല. അല്ല, ഞാനത് പലപ്പോഴും പല ഇതിൽ പറഞ്ഞിട്ടുമുണ്ട്, എഴുതിയിട്ടുമുണ്ട്. കാരണം IPCയുടെ ഒരു സ്ട്രക്ചർ, നമ്മുടെ പിതാക്കന്മാർ അവർ വലിയ വിദ്യാഭ്യാസമുള്ളവരോ കഴിവുള്ളവരോ ഒന്നും അല്ലായിരുന്നെങ്കിൽ പോലും ദൈവം അവർക്ക് കൊടുത്ത പ്രത്യേക ഒരു കൃപയിൽ ആശ്രയിച്ചായിരിക്കാം അവർ അങ്ങനെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഓരോ ലോക്കൽ സഭയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമായിരുന്നു. ഇന്നിപ്പം സഭയിൽ ഇത്രയും പ്രശ്നങ്ങൾ കുമ്പനാട്ട് അല്ലെങ്കിൽ അധികാര കേന്ദ്രത്തിലുണ്ടായിട്ടും വിയോജിപ്പുകളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടും അത് ലോക്കൽ സഭകളെ ബാധിക്കാതിരിക്കുന്നത് അടിത്തറ സ്ട്രോങ് ആയതുകൊണ്ട്. പിന്നെ ആദ്യം തൊട്ടേ ഈ നമ്മുടെ സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ മറക്കാനാവാത്ത ത്രിമൂർത്തികളുണ്ട്. TT സാമുവൽ സാറ്, KS ജേക്കബ്, ജോസഫ് താന്നിക്കൽ. ഇവർ അതിശക്തമായി ഈ സഭയുടെ കാര്യങ്ങളിൽ, ബാഹ്യമായ കാര്യങ്ങളിൽ വളരെ ഫൈറ്റ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ഒരു കാലഘട്ടത്തിൽ അവരുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒറിജിനലി ഇതിൻ്റെ സ്ട്രക്ചർ രൂപപ്പെടുത്തുന്നത് അവരുടെ ഒന്നും കാലഘട്ടത്തിലല്ലല്ലോ. അതല്ല, ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇത് രൂപപ്പെട്ട് വന്നപ്പോൾ ഇതിന് ഒരു ജനാധിപത്യ സംവിധാനം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ ലോക്കൽ സഭകളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഒരു ഘടകം ഇതിനകത്ത് പ്രാധാന്യത്തോടെ വന്നു.
മറ്റ് സഭകളെ അപേക്ഷിച്ച് ഇതിനുണ്ടായ വളർച്ചയുടെ കാരണം അത് തന്നെയാണ്. പ്രാദേശിക സഭകളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. ആ ലോക്കൽ ചർച്ചിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളത് കേന്ദ്രം തരുന്ന ഒരു ശുശ്രൂഷകൻ്റെ അപ്പുറത്ത് മറ്റൊന്നുമില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന് പെട്ടെന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയതാണ്. ഈ പവർ ഇവാഞ്ചലിസത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ആ പവർ ഇവാഞ്ചലിസം ഒരു കാലഘട്ടത്തിൽ ഒരു ആത്മീയ മുന്നേറ്റമായും മധ്യ തിരുവിതാംകൂറിലുണ്ടായി. അതുപോലെ തന്നെ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട് കരിസ്മാറ്റിക് മൂവ്മെൻ്റ് ഉണ്ടായി. ഈ മൂവ്മെൻറ്റുകളെയും ഈ മാറ്റങ്ങളെ, ആത്മീയ രംഗത്തുണ്ടാകുന്ന ചലനങ്ങളെ എനിക്ക് തോന്നുന്നത് മറ്റേതൊരു ലീഡേഴ്സിനെക്കാട്ടിലും പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക കഴിവ് അച്ഛനുണ്ടായിരുന്നു. എഴുത്തിലാണെങ്കിലും പ്രസംഗത്തിലാണെങ്കിലും ഒക്കെ ലോകത്ത് നടക്കുന്ന ഒരു മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ പാസ്റ്റേഴ്സിലേക്കും ഒക്കെ പകർന്നു കൊടുക്കാനായിട്ട് അച്ഛന് സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അങ്ങനെ ഒരു 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 വിശാലമായൊരു കാഴ്ചപ്പാടിൽ ഈ കാര്യങ്ങളെ കാണാൻ പറ്റിയത്? അത് അമേരിക്കയിൽ പഠിച്ചതുകൊണ്ടാണ് നമുക്കത് താരതമ്യം ചെയ്യാൻ കഴിഞ്ഞു. അവിടുന്ന് കിട്ടിയതായ അവിടുത്തെ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാൻ, അവർ സഭകളെ കാണുന്നത്, പാസ്റ്റർമാരെ കാണുന്നത്, ഡിനോമിനേഷൻ കാണുന്നത്, അത് ഉൾക്കൊള്ളാൻ എനിക്ക് കുറേ കൂടെ വിശാലമായ ഒരു കാഴ്ചപ്പാട്, ഒരു വേൾഡ് കാഴ്ചപ്പാടിലാണ്. ഈ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് വന്നപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ നമ്മുടെ പെന്റിക്കോസ്റ്റ് ലീഡേഴ്സും എതിരായിരുന്നു. പക്ഷെ അച്ഛൻ ഒറ്റ ഒരാളേ ഉള്ളൂ പോസിറ്റീവായിട്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് നമ്മൾ അതിർവരമ്പ് വിൽക്കണ്ടെന്ന് പ്രസംഗങ്ങൾ കൂടെ പറയുകയും നമ്മുടെ ആൾക്കാരെ അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതുപോലെ ഒത്തിരി എപ്പിസ്കോപ്പൽ വേദികളിൽ അച്ഛന് പ്രസംഗിക്കാൻ, അവരെ ഹർട്ട് ചെയ്യാതെ, അവരുടെ ഫീലിങ്സിനെ ഹർട്ട് ചെയ്യാതെ പ്രസംഗിക്കാനൊക്കെ അവസരം കിട്ടി. CSI സഭയുടെ യുവജനങ്ങളുടെ ഒരു ക്യാമ്പ് CMS കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ നടന്നു, കോട്ടയത്ത്. എല്ലാ CSI സഭയിലെയും പ്രതിനിധികൾ വന്നിട്ടുണ്ട്. അവിടെ പെന്തക്കോസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ എന്നെയാണ് വിളിച്ചത്. അന്ന് CSI ബിഷപ്പ് അധ്യക്ഷൻ, മോഡറേറ്ററാണ്. അപ്പോൾ അവിടെ എനിക്ക് പറയാൻ സാധിച്ചു എന്താ പെന്തിക്കോസ്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതായിരുന്നു, മഴയത്ത് കൂണ് കിളുക്കുന്ന പോലെ അവിടെ ഇവിടെയെല്ലാം പെന്തിക്കോസ് സഭയുണ്ടായി വരിക, അത് ശരിയാണോ എന്നുള്ള ചോദ്യമായിരുന്നു. ഞാൻ പറഞ്ഞ സഭയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന ഡെഫിനേഷൻ അനുസരിച്ചാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവിടെ നടുവിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ ഡെഫിനേഷനാണ് പെന്തിക്കോസുകാരെടുക്കുന്നത്. അവിടെ CSI ബിഷപ്പ് അത് എഗ്രി ചെയ്തു, അത് ശരിയാണെന്ന് പറഞ്ഞു. അവർക്കുണ്ടല്ലോ സമുദായക്കാർക്കുള്ളത് ഒരു പള്ളി പ്രധാനമാണ്, പള്ളിയല്ല മെത്രാൻ. ഏതെങ്കിലും ഒരു മെത്രാൻ്റെ കൈവപ്പുള്ള മെത്രാൻ്റെ ബന്ധം ഉണ്ടെങ്കിലേ സഭയാകത്തുള്ളൂ. പള്ളിയിലാണ് അവർ ദൈവസാന്നിധ്യം കാണുന്നത്, മെത്രാൻ്റെ ലീഡർഷിപ്പാണ് അവർ അംഗീകരിക്കുന്നത്. ഇവിടെ നമുക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ, ഏത് വീട്ടിലും കൂടാമല്ലോ, ഏത് കടത്തിണ്ണയ്ക്കും കൂടാം. മരത്തിൻ്റെ ചോട്ടിൽ തുടങ്ങിയതാണ് നമ്മൾ, അതൊരു വലിയ പ്രശ്നമാണ്. ഓക്കെ, മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ പാസ്റ്റർ KC ജോണിന് വിശാലമായൊരു സൗഹൃദ വലയമുണ്ട്. സൗഹൃദ വലയം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നത് ലോകമെങ്ങും സുഹൃത്തുക്കളുടെ ഒരു വലിയ വിശാലമായ ഒരു മേഖലയുണ്ട്. പക്ഷേ പരിചയക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനപ്പുറത്ത് ആ ഇൻറ്റിമസി ഉള്ള സ്നേഹിതർ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. സ്നേഹിതരെ കുറിച്ചൊന്ന് പറഞ്ഞു. പരിചയക്കാരല്ല ഉദ്ദേശിക്കുന്നത്. അല്ല 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 അച്ഛന് സ്നേഹിതരില്ലല്ലോ, പരിചയക്കാരല്ലേ ഉള്ളു. ഞാൻ അതുകൊണ്ട് വളരെ പർപ്പസ്ഫുള്ളി അങ്ങനെ പറഞ്ഞത്. എനിക്ക് ഒത്തിരി സ്നേഹിതരുണ്ട്. പിന്നെ ആത്മസ്നേഹിതരായിട്ട് കുറച്ച് പേരുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പറയാം, ഈ വീട് പണിയുന്നതിന് പൈസ ഇല്ലായിരുന്നു, ഇതിൻ്റെ ഇത്രയും ബഡ്ജറ്റില്ലായിരുന്നു നമ്മുടെ കയ്യിൽ. എൻ്റെ സ്നേഹിതരാ ബാക്കി പണം മുഴുവൻ കൊടുത്ത്. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000-കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. 1, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100 വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000-കണക്കിന് വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിന്റ് എഡിഷൻ ഉണ്ട്.
ആ പ്രിൻ്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.